നമസ്തേ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. NRI പേഴ്സൺ അല്ലെങ്കിൽ OCI പേഴ്സൺ, NRI എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി. OCI എന്ന് പറഞ്ഞാൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരു കാർഡ് കൊടുക്കുന്നവരാണ്. അവർക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രോപ്പർട്ടി വാങ്ങാൻ എന്തെങ്കിലും എതിർപ്പുകളുണ്ടോ? അതാണ് ഞാൻ ഇന്ന് ഫെമ ആക്ടിനെ അനുസരിച്ചിട്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ ആസ് പെർ ഫെമ ആക്ട്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്, അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുറത്തു നിന്നുള്ള ഫണ്ട് വരുന്നതും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന ഫണ്ടുകളെയും നിയന്ത്രിക്കുന്ന ഒരു ഫണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ ED ആണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് വരുന്നത്. അത് നേരിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്ട്രി അല്ല, നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫെമ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ വന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ചാർജ് ഉണ്ടെങ്കിൽ പോലും. സോ അങ്ങനെ അപ്പോൾ നമുക്കൊരു NRIക്ക് ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമോ? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം. നമുക്ക് NRI പ്രോപ്പർട്ടി വാങ്ങുന്നതും അത് വിൽക്കുന്നതും ആയ സംഭവം ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാൻസാക്ഷൻ്റെ കീഴിലാണ് വരുന്നത് ഫെമ ആക്ട് പ്രകാരം. സോ NRIക്ക് നമ്മൾ വാങ്ങാൻ പറ്റുമ്പോൾ NRIക്ക് എല്ലാ പ്രോപ്പർട്ടീസും വാങ്ങിക്കാം. ഇന്ത്യയിൽ NRIക്ക് പ്രോപ്പർട്ടി വാങ്ങുന്നതിന് ദൂഷ്യവശങ്ങളൊന്നുമില്ല, അവർക്ക് വാങ്ങുകയും ചെയ്യാം. പക്ഷേ ഒരു 3 പ്രോപ്പർട്ടിക്ക് അതിൻ്റെ അകത്തൊരു എതിർപ്പ് വരുന്നുണ്ട്, അതായത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി, നമ്മളിപ്പോൾ ഒരു അഗ്രികൾച്ചർ ചെയ്യുന്ന പ്രോപ്പർട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല NRIക്കോ OCIക്കോ. അത് കൂടാണ്ട് പിന്നെ നമ്മൾ ഒരു പ്ലാന്റേഷൻ, അതായത് ഒരു ടീ പ്ലാന്റേഷനോ കോഫി പ്ലാന്റേഷനോ അങ്ങനത്തെ റബ്ബർ പ്ലാന്റേഷനോ ആയിട്ടുള്ള വലിയൊരു തോട്ടം പോലത്തെ ഒരു പ്ലാന്റേഷൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ ഒരു ഫാം ഹൗസും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഈ 3 കാര്യങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി ഏത് പ്രോപ്പർട്ടി വാങ്ങിക്കാനും NRIക്കും OCIക്കും യാതൊരു ബുദ്ധിമുട്ടും ഇന്ത്യയിലേക്കില്ല. ഈ 3 പ്രോപ്പർട്ടി നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയോ പ്ലാന്റേഷനോ അല്ലെങ്കിൽ ഫാം ഹൗസോ നമുക്ക് വാങ്ങിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻഹെറിറ്റൻസ് ആണെങ്കിൽ, അതായത് ഇപ്പം ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു റെസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു NRI പേഴ്സൺ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള NRI പേഴ്സൺ, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അച്ഛൻ നമുക്ക് തരുന്ന മാതിരി അല്ലെങ്കിൽ അമ്മ നമുക്ക് തരുന്ന മാതിരി, അതായത് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്ന മാതിരി അല്ലെങ്കിൽ എഴുതി കൊടുക്കുന്ന സ്വത്തവകാശം എഴുതി കൊടുക്കുന്ന മാതിരി, അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിൽ മാത്രമേ നമുക്ക് ഈ ഫാം ഹൗസും മറ്റേ അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയും വാങ്ങിക്കാൻ പറ്റും. ബാക്കി എല്ലാ കേസിലും നമുക്കിത് വരും. അതായത് ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് സംഭവം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു ഗിഫ്റ്റായിട്ട് ഒരു NRI നമുക്കൊരു ഗിഫ്റ്റായിട്ട് തരികയാണെങ്കിൽ അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് അയാൾക്ക് ഗിഫ്റ്റ് നമുക്ക് തരാം. പിന്നെ നമുക്ക് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അതായത് റെസിഡൻറ്റ് പേഴ്സണാണ് കൊടുക്കുന്നെങ്കിൽ, അതായത് ഇന്ത്യയിലുള്ള ഒരു റെസിഡൻറ്റ് പേഴ്സണാണ് കൊടുക്കുന്നെങ്കിൽ അയാൾക്ക് നമുക്ക് ഈ പ്ലാന്റേഷനും ഫാം ഹൗസും അഗ്രികൾച്ചർ പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാം, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ അതേസമയം നമ്മളൊരു NRIക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ, NRI ഒരു OCIക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫാം ഹൗസും മറ്റേതും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, നമുക്ക് ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഫാം ഹൗസോ പ്ലാന്റേഷനോ ഒരു NRIക്ക് ബാൻഡാണ്, അത് വാങ്ങിക്കാൻ പറ്റില്ല എക്സെപ്റ്റ് ഇൻ ഇൻഹെറിറ്റൻസ് കേസ്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഈ ഫണ്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ ഫണ്ട് ഏത് ഫണ്ട് വെച്ച് നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. നമ്മൾ ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ഫണ്ട്സ്, അതായത് ബാങ്കിങ് ചാനൽസ് ത്രൂ വരുന്ന ഫണ്ട്, അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്വിഫ്റ്റ് ട്രാൻസാക്ഷൻ ഒരു കൺട്രിയിൽ നിന്ന് ഒരു കൺട്രിയിലേക്ക് വരുന്നതിന് സ്വിഫ്റ്റ് ട്രാൻസാക്ഷനാണ് വരിക, അടിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു ബാങ്കിൻ്റെ ഇവിടുത്തെ ബ്രാഞ്ചിൽ അങ്ങനെയൊക്കെ വരുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾക്ക് അത് ഓക്കെയാണ്. ദാറ്റ് ഈസ് ആ ഫണ്ട് വെച്ചിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി നമുക്കിവിടെ വാങ്ങിക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് വേറെ എങ്ങനെയാണ് ഫണ്ട് വാങ്ങിക്കുക? അപ്പോൾ നമ്മുടെ NRI അക്കൗണ്ടിൽ അല്ലെങ്കിൽ FCNRB അക്കൗണ്ടിൽ, FCNRB എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൽ നമ്മൾ മെച്യൂർ ആയ ഒരു പൈസ അല്ലെങ്കിൽ NRI അക്കൗണ്ടിലുള്ള ഒരു പൈസ, നമ്മൾ അഡ്വാൻസ് പൈസ, ആ പൈസയും വെച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സോ ചുരുക്കത്തിൽ 2 പൈസ വെച്ചിട്ട് മാത്രമേ നമുക്കൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രോപ്പർട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഒന്ന്, ഒരു സ്വതസിദ്ധമായ ബാങ്കിങ് ചാനൽസ് ത്രൂ പുറത്തുനിന്ന് വരുന്ന ഒരു ഫണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു NRI ബാങ്കിങ് അക്കൗണ്ടിലുള്ള ഒരു ഫണ്ട് വെച്ചിട്ട് മാത്രമേ നമുക്കൊരു ട്രാൻസാക്ഷൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ നമുക്ക് പ്ലാന്റേഷനും അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയും ഫാം ഹൗസും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റില്ല. ഒരു NRI ടു NRI നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു റെസിഡൻ്റ് അല്ലാത്ത പേഴ്സൺ, അതായത് NRI തന്നെ, പക്ഷേ അയാളൊരു ഇന്ത്യയിലെ സിറ്റിസൺ ആയിരിക്കില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് ചോദ്യം. അതായത് സപ്പോസ് ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇന്ത്യക്കാരൻ, ഞാൻ കല്യാണം കഴിച്ചത് ഒരു അമേരിക്കക്കാരിനെ. അപ്പോൾ ആ അമേരിക്കക്കാരി ഇന്ത്യയിൽ സ്വത്ത് വാങ്ങാൻ പറ്റുമോ? കാരണം ഷീ ഈസ് നോട്ട് എ റെസിഡൻറ്റ്, അവരൊരു സിറ്റിസൺ അല്ല ഇന്ത്യയിൽ. ഞാനൊരു NRI ആണ്, അവരൊരു നോൺ റെസിഡൻറ്റ് പേഴ്സൺ ആണ്, അപ്പോൾ അവർക്ക് വാങ്ങാൻ പറ്റുമോ? അതാണ് അടുത്തൊരു ചോദ്യം നമുക്ക്. അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ അത് വാങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ഫെമ ആക്ട് പ്രകാരം നമ്മളൊരു ഭാര്യയ്ക്ക്, ഒരു സ്പൗസിന് അല്ലെങ്കിൽ ഭർത്താവിന്, ഒരു സ്പൗസിന് നമുക്ക് ഇന്ത്യയിൽ സ്വത്ത് വാങ്ങാനുള്ള അവകാശമുണ്ട്. എക്സെപ്റ്റ് നമ്മൾ ഈ പറഞ്ഞ മാതിരി പ്ലാന്റേഷനും അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയും ഫാം ഹൗസും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല.
ഇനി അതും ജെനുവിൻ ആയിട്ടുള്ള ഫണ്ടുകൾ ത്രൂ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് വരുന്ന ബാങ്കിങ് ചാനൽസ് ത്രൂയുള്ള ഫണ്ടിൽ മാത്രമേ നമുക്കത് വാങ്ങാൻ പറ്റുള്ളൂ. കൂടാതെ നമുക്ക് നമ്മുടെ NRI അക്കൗണ്ടിലുള്ള ഫണ്ട് ത്രൂ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു നോൺ റെസിഡൻറ്റ് പേഴ്സൺ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് വേറൊരു അക്കൗണ്ടാണ് പറയുന്നത്. ആ ഒരു അക്കൗണ്ടിലുള്ള പൈസ വെച്ചിട്ട് മാത്രമേ, അതായത് റെസിഡൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്, ആ റെസിഡൻറ്റ് ട്രാൻസ്ഫർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലുള്ള പൈസ വെച്ച് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ഭർത്തൃ-ഭാര്യ ബന്ധം നമ്മൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് രജിസ്റ്റേർഡ് ആയിരിക്കണം. അതായത് ആ മാരേജ് നമ്മളിപ്പം ഏതെങ്കിലും രാജ്യത്തായാലും എവിടെയായാലും ഇന്ത്യയിലായാലും പുറത്തായാലും അത് ഒരു മാരേജ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു കൺട്രീൻ്റെ രജിസ്റ്റേർഡ് ഇത് പ്രകാരം അത് രജിസ്റ്റേർഡ് ആയിരിക്കണം. 2 കൊല്ലെങ്കിലും ആ മാരേജ് സബ്സിസ്റ്റ് ചെയ്യണം. അതായത് 2 കൊല്ലം ഡൈവേഴ്സ് ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ വേർപിരിയാണ്ട് അവർ ജീവിച്ചിട്ടുണ്ടാവണം. അവർ വേർപിരിഞ്ഞ് ജീവിക്കാം, പക്ഷേ നിയമപ്രകാരം അവർ 2 കൊല്ലം ഒരു കോടതിയിലോ ഒന്നും ഡൈവേഴ്സ് ഒന്നും ഇല്ലാണ്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക്, അതായത് ഭർത്താവ് ഇന്ത്യനും ഭാര്യ ഒരു അമേരിക്കക്കാരിയാണെങ്കിൽ അമേരിക്കക്കാരിക്ക് ഇന്ത്യയിൽ സ്വത്ത് വാങ്ങിക്കാം, അല്ല നേരെ തിരിച്ചുവാണെങ്കിലും അങ്ങനെയും വാങ്ങിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മാരേജ് രജിസ്ട്രേഡ് ഉണ്ടാവണം, സബ്സിസ്റ്റൻ ചെയ്യണം, 2 കൊല്ലെങ്കിലും സബ്സിസ്റ്റ് ചെയ്യണം. പിന്നെ അത് ലെജിറ്റിമേറ്റ് ഫണ്ട് ത്രൂ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ പ്ലാന്റേഷനും അഗ്രികൾച്ചർ പ്രോപ്പർട്ടിക്കും നമുക്ക് എല്ലാവിടെ അല്ല, ബാക്കിയുള്ള ഏത് പ്രോപ്പർട്ടിയും വാങ്ങിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നമുക്ക് എന്താണ് അടുത്തത്, ഇന്ത്യക്ക് പുറത്ത് എനിക്കൊരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ഉണ്ട്, എവിടെയെങ്കിലും US-ലോ UAE-ലോ അവിടെയൊക്കെ ഫാക്ടറി ഉണ്ട്, അതിൻ്റെ ഒരു ബ്രാഞ്ച് ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലൊരു ബ്രാഞ്ച് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലൊരു ഓഫീസ് നടക്കുന്നുണ്ട്. എക്സെപ്റ്റ് ലൈസൺ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതിന് വേണ്ടി ഒരു പർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ചെറിയൊരു കൂടാരം പോലെ അങ്ങനെ നടത്തുന്ന ഒരു ഓഫീസാണ് ലൈസൺ ഓഫീസ് എന്ന് വേണ്ടി വരുന്നത്. ആ ഒരു ബ്രാഞ്ച് നമുക്കുണ്ട്. ഇപ്പോൾ ലൈസൺ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ഓഫീസ്, ദാറ്റ് ഈസ് അങ്ങനത്തെ ഒരു ഓഫീസ് അല്ലാത്ത പക്ഷം, അതായത് ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ വേറെ പെർമനന്റ് ഓഫീസ്, അങ്ങനത്തെ നമ്മുടെ ഒരു ഫാക്ടറിൻ്റെ ഇതായിട്ടുള്ള സംഭവങ്ങൾ, അതായത് ഒരു ഓഫീസ് തന്നെ, നമ്മുടെ ഒരു ഓഫീസ് തന്നെ, അങ്ങനത്തെ ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ പേരിൽ എനിക്കൊരു സ്ഥലം വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്കൊരു പ്രോപ്പർട്ടി എടുക്കാൻ പറ്റുമോ എന്നാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ പുറത്തുള്ള UAE-ലുള്ള ബിസിനസ്സുകാരനാണ് ഞാൻ, ഒരു NRI പേഴ്സണാണ്, എനിക്ക് ഇവിടെ ഒരു ഓഫീസ് സ്വന്തം സെറ്റപ്പിൽ ഉണ്ടാക്കണം, ഒരു മാളിലൊരു റൂം വാങ്ങണം, അല്ലെങ്കിൽ ഒരു മാള് തന്നെ വാങ്ങിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കിത് പറ്റുമല്ലോ, എൻ്റെ ഓഫീസിൻ്റെ പേരിൽ, എൻ്റെ ബിസിനസ്സിൻ്റെ പേരിൽ വാങ്ങാൻ പറ്റുമെന്ന്. ചുരുക്കി പറയുകയാണെങ്കിൽ അത് നടക്കും, അത് ചെയ്യാൻ പറ്റുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. എക്സെപ്റ്റ് നമ്മൾ ഈ അഗ്രികൾച്ചർ പ്രോപ്പർട്ടി എടുക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പ്രോപ്പർട്ടി നമുക്ക് എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഫണ്ട്സ് നമുക്ക് സാധാരണ പുറത്തുനിന്നുള്ള ഫണ്ട് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ലെജിറ്റിമേറ്റ് ഫണ്ടായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഫണ്ടോ അല്ലെങ്കിൽ ഒരു NRI അക്കൗണ്ടിലുള്ള ഫണ്ടോ വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എക്സെപ്റ്റ് ഫോർ ലൈസൺ ഓഫീസ്, ബാക്കി എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. എക്സെപ്റ്റ് ലൈസൺ ഓഫീസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷേ ബാക്കി ബ്രാഞ്ചസിനൊക്കെ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ബ്രാഞ്ച് ഇവിടെ ഒരു സ്വത്ത് നമുക്ക് ഇവിടെ ഉണ്ട്, ഒരു ബ്രാഞ്ചിന് സ്വത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് പൈസേൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അത് മോഡ്ഗേജ് ചെയ്തിട്ട്, അതായത് പണയം വെച്ചിട്ട് കുറച്ച് പൈസ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് നടക്കുമോ എന്നുള്ളതാണ് സംഭവം. ഫെമ ആക്ട് പ്രകാരം ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനാണത്, പക്ഷേ അത് നടക്കും. നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഇവിടുത്തെ ബ്രാഞ്ച് വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടീന് നമുക്ക് മോഡ്ഗേജ് ചെയ്യാം. അതായത് ഒന്നുകിൽ നമുക്ക് ഫോറിനിൽ തന്നെയുള്ള ഒരു ബാങ്കിനെ, കൊമേഴ്സ്യൽ ലെൻഡറിനെ നമ്മൾ ഇന്ത്യയിലൊരു സെക്യൂരിറ്റി ഹോൾഡറായിട്ട്, ഇന്ത്യയിലൊരു ബാങ്കിൻ്റെ സെക്യൂരിറ്റി ഹോൾഡറായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ആ പ്രോപ്പർട്ടി നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇന്ത്യയിലൊരു ബാങ്കിന് തന്നെ നമുക്കത് ഒരു പ്രോപ്പർട്ടി ഡീൽ ചെയ്യാൻ പറ്റുന്ന സ്വത്ത് പണയപ്പെടുത്തിയിട്ട് നമുക്ക് അത് എടുക്കുകയും ചെയ്യാം. ആ ഒരു കേസിൽ അതായത് എനിക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കുകയും ചെയ്യാം, പ്രോപ്പർട്ടി പണയം വെച്ചിട്ട് എൻ്റെ ബിസിനസ്സിൻ്റെ ഇതിന് വേണ്ടിയിട്ടോ, അതായിട്ടോ ബിസിനസ്സിനോ അല്ലെങ്കിൽ എന്തിനും വേണ്ടിയിട്ടോ, അതായത് എനിക്കൊരു പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെയാണ് ഞാനത് പറഞ്ഞത്, അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയും ഫാം ഹൗസും പ്ലാന്റേഷനും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി, അഗ്രികൾച്ചർ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു ഭീമമായ അഗ്രികൾച്ചർ പ്രോപ്പർട്ടിയാണ് കേട്ടോ. അല്ലാണ്ട് 1 സെൻറ്റ് നെൽവയൽ വാങ്ങുന്നതിന് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഉദ്ദേശിച്ചത്. അത് നെൽവയലായിട്ട് ചിലപ്പം കണക്കൂട്ടിലായിരിക്കും നമ്മുടെ രാജ്യത്ത്. പക്ഷേ ഒരു ഫാം ഹൗസ്, ഇപ്പം നോർത്ത് ഇന്ത്യയിലേക്കുള്ള മാതിരി ഒരു വലിയൊരു ഫാം ഹൗസ്, 10-15 ഏക്കറുള്ള ഫാം ഹൗസ്, അല്ലെങ്കിൽ ഇപ്പം കർണാടകയിലേക്കുള്ള കൂർഗിലൊക്കെയുള്ള മാതിരിയുള്ള പ്ലാന്റേഷൻ ഇതൊക്കെ അങ്ങനത്തെയൊക്കെ എടുക്കുമ്പം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും മതി. നമുക്കിപ്പോൾ ഒരാളുടെ കൂടെ നമ്മളത് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ പോലും അത് നമുക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇൻഹെറിറ്റൻസ് ആയിട്ട്, ഇപ്പം എൻ്റെ അമ്മ എനിക്ക് തരുന്നൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ അത് എനിക്ക് എടുക്കാൻ പറ്റും, അത് നാളെ ഞാൻ വിൽക്കുവാണെങ്കിലും ചെയ്യാൻ പറ്റും. അതേമാതിരി ഈ പ്രോപ്പർട്ടികളൊക്കെ എനിക്ക് വിൽക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷെ വിൽക്കുമ്പോൾ എന്താ വെച്ചാൽ ഞാനത് കൃത്യമായ ആ ഒരു ഫോറിൻ എങ്ങനെയാണോ അക്വയർ ചെയ്യേണ്ട ലോസ്, ആ ലോസ് അബൈഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് ആ പ്രോപ്പർട്ടി വിറ്റിട്ട് എനിക്ക് സാധനം കൊണ്ടുപോകാൻ പറ്റും. അതായത് ഞാൻ ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഫണ്ട് വെച്ചിട്ടാണ്, ഇവിടെ എൻ്റെ എല്ലാ ലോസും കംപ്ലൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് ഇന്ത്യയിൽ വരേണ്ട ടാക്സുകളൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ടാക്സൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ഇതാണ്, അത് അടച്ചതിന് ശേഷം നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഒരു 2 ഫോം, പഴയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം 15CA CB എന്ന് പറഞ്ഞിട്ട് 2 ഫോം ഉണ്ട്.
ആ 2 ഫോം സർട്ടിഫൈ ചെയ്തിട്ട് നമ്മൾ ബാങ്കിൽ കൊടുത്താൽ മാത്രമേ ബാങ്കുകാർ എടുക്കുള്ളൂ. ബാങ്കിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ ഇന്ത്യക്ക് പുറത്തോട്ട് അയക്കുമ്പം അവരാണ് ഇത് കംപ്ലൈൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കേണ്ട കാര്യങ്ങൾ. അതായത് നമ്മൾ നിയമപ്രകാരം ഇത് വാങ്ങിച്ചതാണോ അല്ലെങ്കിൽ ഇതാണോ എന്നൊക്കെ. പിന്നെ ഫണ്ട് എബ്രോഡിൽ നിന്ന് വരുന്നത് ആ ഒരു പൈസ ത്രൂ മാത്രമേ വരാൻ പാടുള്ളൂ. ഗിഫ്റ്റായിട്ട് നമുക്ക് സംഭവങ്ങൾ വാങ്ങിക്കാം. ഇതാണ് നമ്മളൊരു NRI നമ്മൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന ചില നൂലാമാലകളോ അല്ലെങ്കിൽ നിയമവശങ്ങളോ. ഇന്ത്യക്ക് പുറത്തുള്ള സിറ്റിസൺസ് ഉണ്ടാവും ചില കൺട്രീസിൽ. അതായത് ഇപ്പം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, മക്വാവോ അങ്ങനത്തെ പറഞ്ഞ ചില രാജ്യങ്ങളുണ്ടാവും. അവർക്കൊന്നും ഇന്ത്യയിൽ പ്രോപ്പർട്ടി അവരുടെ സിറ്റിസണോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കോ ഇന്ത്യയിൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള അധികാരമില്ല. അവിടുത്തെ ഒരു NRI അങ്ങനെ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള അധികാരമില്ല അവർക്ക്. പക്ഷേ ഇപ്പോൾ ചൈനയിൽ തന്നെ ഒരു സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യയിൽ പ്രോപ്പർട്ടി വാങ്ങാനുള്ള അധികാരമില്ല. പക്ഷേ അവർക്കൊരു ലീസ് എടുത്തിട്ട് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റും. ആ ലീസ് 5 കൊല്ലം അത്ര മുകളിൽ വരാൻ പാടില്ല. 5 കൊല്ലത്തിന് താഴെ 5 കൊല്ലത്തിന് താഴെയായിട്ടുള്ള ലീസിൽ നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാം. അല്ലാണ്ട് സാധാരണഗതിയിൽ ഒരു പർച്ചേസ് ചെയ്യുന്ന മാതിരി നമുക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പറ്റില്ല. അതേപോലെ LTV എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ലോങ് ടേം വിസ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മക്വ, റിപ്പബ്ലിക് ഓഫ് നോർത്ത് കൊറിയ, ശ്രീലങ്ക അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ നിൽക്കുന്ന ആൾക്കാർക്ക്, നിൽക്കുന്ന മൈനോറിറ്റി പേഴ്സൺസ്, അതായത് ഹിന്ദുസ്, പാർസീസ്, ക്രിസ്ത്യൻസ്, ബുദ്ധിസ്റ്റ്, ജൈനിസം, സിഖ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ ഒരു വീടോ നമുക്ക് ഓഫീസിന് വേണ്ടിയുള്ള സ്പേസോ വാങ്ങിക്കാനുള്ള ഒരു അധികാരം ഉണ്ട്. അതിൽ കൂടുതൽ വാങ്ങാൻ പറ്റില്ല. LTV ലോങ് ടേം വിസ എന്ന് പറഞ്ഞിട്ട് അത് ഇന്ത്യയിൽ കൊടുക്കുന്നതാണ്. പക്ഷേ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. അതായത് നമ്മളത് വാങ്ങിക്കുമ്പം പോലീസിൻ്റെ പെർമിഷൻ വാങ്ങിക്കണം, നമ്മൾ റവന്യൂ അതോറിറ്റീസിന് നമ്മളത് നാഷണാലിറ്റി ആണെന്ന് കൊടുക്കണം. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ബാൻഡ് ആയിട്ടുള്ള സ്ഥലം, കൺടോൺമെൻറ്റ് ഏരിയയിൽ നമുക്ക് സ്ഥലം വാങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ LTV എന്ന് വെച്ചാൽ അതായത് പുറത്ത് രാജ്യങ്ങളിലുള്ള, ബംഗ്ലാദേശിലൊക്കെ ഇപ്പം ഹിന്ദുസിനെതിരെ അങ്ങനെയൊക്കെ ഒരു നടക്കുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംരക്ഷിക്കാനോ ഇതായിട്ടാണ്. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ദലൈലാമേൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ദലൈലാമനെ ഇതാണല്ലോ, അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചെയ്ത ഒരു സംഭവമാണ്. ദലൈലാമേൻ്റെ വേറൊരു ഇതാണ്. പക്ഷേ LTV ലോങ് ടേം വിസയിൽ വരുന്ന ആൾക്കാരിൽ. നന്ദി. എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷനിൽ ബെൽ ബട്ടൺ അമർത്തുക, കൂടുതൽ ലൈക്കുകൾ തരിക. കൂടുതൽ ഫെമയായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളോ അല്ലെങ്കിൽ ഫെമയായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കോ മറ്റോ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ എന്നെ വിളിക്കാം. ഓഫീസ് ടൈമിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടികളൊക്കെ തരുന്നതായിരിക്കും. Once again, Radesh signing off. Thank you.